ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ സൊമാറ്റോയിലാട്ടോ ഓടുന്നത്. രാത്രി 7 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള ഗിഗാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ സൊമാറ്റോയിൽ സ്ലോട്ട് കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് 7 to 9 സ്റ്റാർ ഗിഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എടുത്ത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്നാണ് അടിച്ചത് കേട്ടോ. അപ്പോൾ കുന്നമംഗലത്താണ് സോണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ 58 രൂപേൻ്റെ അങ്ങനെ ഓർഡറാണ് ഫസ്റ്റ് കിട്ടിയത്. നമ്മൾ ആ ഹോട്ടൽ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അല്ലറൂസ് ഹോട്ട് ആൻഡ് കൂൾ എന്ന് പറഞ്ഞ ഷോപ്പിലാട്ടോ. ഇതാണ് നമ്മളെ ഹോട്ടൽ വരുന്നത്. അപ്പോൾ റീച്ചിൽ പിക്കപ്പ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട്. ഫുഡ് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് പൊള്ളിച്ച വിത്ത് റൈസും ബീഫ് മന്തി ആട്ടോ വരുന്ന ക്വാർട്ടർ. അപ്പോൾ പിക്കപ്പ് ഓർഡർ കൊടുക്കുക. അപ്പോൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ കേട്ടോ. .2 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ കംപ്ലീറ്റ് ആക്കിയിരുന്നു കേട്ടോ. ഓർഡർ ഡെലിവറി മാർക്ക് ചെയ്യാം. നമുക്ക് ഈ ഓർഡറിന് ഏകദേശം എത്ര രൂപ ഏണിങ്സ് കിട്ടി നോക്കട്ടോ. 58 രൂപയും 16 പൈസയാട്ടോ കാണിക്കുന്നത്. അപ്പോൾ 7.1 കിലോമീറ്റർ ആട്ടോ ഓടിയത്. നമ്മളെ സൊമാറ്റോയിൽ കുറേ ആയിട്ടോ ഇറങ്ങാതെ നിന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക സ്റ്റാർ കളക്ഷനൊക്കെ പോയി. അപ്പോൾ നമ്മൾ ഏറ്റവും താഴെത്തട്ടിലായിപ്പോയി, ബ്ലൂ പാർട്ട്ണറിലായിപ്പോയി കേട്ടോ. അപ്പോൾ ഇനി സ്റ്റാറൊക്കെ പിടിച്ച് വന്ന് എന്താ പറയുക കുറച്ചുകൂടി മേലോട്ട് കയറിയാലേ ഉള്ളൂ നമുക്ക് ബുക്കിംഗ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബുക്കിംഗ് പറഞ്ഞാൽ സ്റ്റാർ ഗിഗ് ഒന്നും ഇപ്പം കിട്ടുന്നില്ല. അപ്പോൾ കിട്ടുമ്പോൾ ഇങ്ങനെ എടുത്ത് ഓടും. ഞാനിപ്പോൾ സെൻട്രൽ സോണിലായിരുന്നു. അപ്പോൾ 3 സോണും കൂടിയുള്ള സോണിലായിരുന്നു ആദ്യം. അപ്പോൾ ഞാൻ നേരെ കുന്നമംഗല സോണിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ ബുക്കിംഗ് കിട്ടും. അപ്പോൾ സെൻട്രൽ സോണാണെങ്കിൽ ബുക്കിംഗ് തീരെ കിട്ടുന്നില്ല. ഞാനിപ്പോൾ മെഡിക്കൽ കോളേജ് ഭാഗത്തായിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ സോൺ ഔട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പറഞ്ഞാൽ. അപ്പോൾ കുറ്റിക്കാട്ടൂർ ഭാഗത്തേക്കാണ് ഫസ്റ്റ് ഓർഡർ അടിച്ച്. അപ്പോൾ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് ഒരു 3 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ അങ്ങോട്ട്. പിന്നെ അങ്ങോട്ട് കുന്നമംഗലത്തേക്ക് 6 സംതിങ് കിട്ടണം ഓർഡർ കിട്ടണമെങ്കിൽ. അപ്പോൾ ഇവിടെ നിന്ന് റിട്ടേൺ ഓർഡർ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഓർഡർ അടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി നിന്നിട്ട് സോണിലേക്ക് മാറും. ഇപ്പോൾ ഓർഡർ അടിഞ്ഞില്ലെങ്കിൽ സോണിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല. ഒരു 10-15 ഏകദേശം 20 മിനിറ്റ് അവിടെ വെറുതെ പോയി. അപ്പോൾ ആ നേരം ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓർഡർ അടിക്കാൻ മതിയായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റായി. അപ്പോൾ ഇവിടെ ഓർഡർ കാര്യങ്ങളൊന്നുമില്ല, കിട്ടുന്നൊന്നുമില്ല കേട്ടോ. ഇതാണ് നമ്മളെ സോണ് വരുന്നത്. അപ്പോൾ സോണ് ആകുമ്പോൾ റെസ്റ്റോറൻറ്റ് ഏകദേശം അടുത്തായിട്ടാട്ടോ. ഒരു 300-400 മീറ്റർ വ്യത്യാസത്തിനാണ് നമ്മൾ ഇരിക്കുന്നത്. 10-15 മിനിറ്റ് വെറുതെ മെഡിക്കൽ കോളേജ് ഭാഗത്ത് വെറുതെ പോയി കുത്തിയിരുന്ന് ഓർഡർ കാര്യങ്ങളൊന്നും റിട്ടേൺ അടിക്കുന്നു വിചാരിച്ചിട്ട് അവിടെ നിന്നത്. പക്ഷേ അടിക്കലുണ്ട്, അവിടെ നിന്ന് അടിക്കലുണ്ട്. പക്ഷേ ഇന്ന് അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ സമയം 8:15. അപ്പോൾ ഇതുവരെയും ഓർഡർ കാര്യങ്ങളൊന്നും അടിഞ്ഞിട്ടില്ല. അപ്പോൾ 7:15 നമുക്ക് 7:05 ആകുമ്പോഴാണ് ഫസ്റ്റ് ഓർഡർ അടിച്ചത് കേട്ടോ. 8-9 ആട്ടോ ബുക്കിങ് കിട്ടിയത്. അപ്പോൾ 9 to 10 കിട്ടിയില്ല. 10 to 11, 11 to 12 ആണ് ഉള്ളത്. അത് എടുത്തിട്ട് കാര്യമൊന്നുമില്ല, വെറുതെ ഓർഡർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും പരമാവധി സ്റ്റാർ ഗിഗ് എടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇപ്പോഴുള്ളൂ. അപ്പോൾ അടുത്ത് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഈ സെൻട്രൽ സോണിലേക്ക് മാറിയാൽ നമുക്ക് ബുക്കിംഗ് കിട്ടും. അത്യാവശ്യം ഒരു ബ്രൗൺസൊക്കെ ആയി കഴിഞ്ഞാൽ, ബ്രൗൺസും അതേപോലെ തന്നെ സിൽവറൊക്കെ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ബുക്കിംഗ് കിട്ടും. അപ്പോൾ ബുക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുന്നമംഗല സോണിലേക്ക് മാറി സ്റ്റാർ ഗിഗ് മാത്രം എടുക്കാൻ നിൽക്കുന്നത്. കുന്നമംഗല സോണ് പറഞ്ഞാൽ സ്റ്റാർ ഗിഗ് എടുക്കാൻ പറ്റുക പറഞ്ഞാൽ ഈ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഓണാക്കി ഇട്ടാൽ മതി. അപ്പോൾ ഓർഡർ അടിക്കുമ്പോൾ ചെന്ന് എന്താ പറയുക എടുത്താൽ മതി കേട്ടോ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അജുവ ഫാമിലി റെസ്റ്റോറൻറ്റ് എന്നാണ് ഓർഡർ അടിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏണിങ്സ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അക്സെപ്റ്റ് ഓർഡർ കൊടുക്കാം കേട്ടോ. ഇവിടുന്ന് ലൊക്കേഷനിലേക്ക് എന്താ പറയുക റെസ്റ്റോറൻറ്റിലേക്ക് 650 മീറ്റർ കൊടുക്കും. അജുവ ഫാമിലി റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പിക്കപ്പ് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓർഡർ പറഞ്ഞാൽ ചെറുകുളത്തോ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ടേ.
അപ്പോൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് ഏകദേശം എത്ര കിലോമീറ്റർ നോക്കാം. 7.1 കിലോമീറ്റർ ആട്ടോ കാണിക്കുന്നത്. ഈ ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓർഡറിന് ഏകദേശം എത്ര രൂപ ഏൺ ചെയ്യാൻ കഴിഞ്ഞു നോക്കട്ടോ. ഏണിങ് 71 രൂപ കേട്ടോ ഈ ഓർഡറിന് കിട്ടിയത്. അപ്പോൾ 8:45 ഇനി ഒരു ഓർഡറും കൂടി കിട്ടുമോ എന്ന് നോക്കി നിൽക്കുക. കിട്ടുകയാണെങ്കിൽ ഭാഗ്യം. ഓർഡറൊക്കെ കൊടുത്ത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഓർഡറാണ് കിട്ടിയത്. അത് പറഞ്ഞാൽ 147 രൂപയാട്ടോ കിട്ടിയത്. വർക്കിംഗ് ടൈം പറഞ്ഞാൽ രാത്രി 7 മണി മുതൽ രാത്രി 9 മണി വരെ ആട്ടോ എടുത്തത്. അപ്പോൾ 9 മണി മുതൽ രാത്രി 10 മണി വരെ ഉള്ളത് എന്താ പറയുക ബുക്കിംഗ് ഫുള്ളായിപ്പോയി. അല്ലേ അതും കൂടി എടുക്കായിരുന്നു. അപ്പോൾ ഏകദേശം ഏണിങ്സ് കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. 147 രൂപയാണ് 2 ട്രിപ്പ്, അതേപോലെ തന്നെ 1 ഗിഗാട്ടോ എടുത്തത്. ഇപ്പോൾ ഒരു ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ അടുത്താട്ടോ വർക്ക് ചെയ്തത്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പാർട്ട് ടൈമേഴ്സ് ഇറങ്ങാനാണെങ്കിൽ കുഴപ്പമില്ല, സൊമാറ്റോ അടിപൊളിയാണ്. അപ്പോൾ 6 മണി മുതൽ രാത്രി 10 മണി 11 മണി ഒക്കെ വരെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഏണിങ്സ് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പാർട്ട് ടൈമിൽ എന്താ പറയുക രാവിലെ തൊട്ട് ഇറങ്ങുന്നവരും ഉണ്ട്, എന്താ പറയുക വൈകുന്നേരം രാത്രി തൊട്ടിട്ട് വൈകുന്നേരം വരെ ഇറങ്ങുന്നവരും ഉണ്ട് കേട്ടോ പാർട്ട് ടൈമിൽ.